നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ചയും പഞ്ചമി തിഥിയും ചേർന്ന് വരുന്ന അത്ഭുതകരമായ ഈ ദിവസത്തിൽ ഒരേ ഒരു ഏലക്ക നിങ്ങളുടെ മണി പേഴ്സിൽ ഇനി പറയുന്ന രീതിയിലൊന്ന് വെച്ച് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോലും പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഓരോ മാസത്തിലെയും പഞ്ചമി ദിവസം വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട മന്ത്രജപങ്ങൾ, നാമജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ, കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു പണവശ്യ താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ്. ഈ താന്ത്രിക പരിഹാരത്തെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ വരാഹിയമ്മയുടെ അതിശക്തിയാർന്ന ഒരു തിരുനാമത്തെക്കുറിച്ചും ഇന്ന് പറയുന്നുണ്ട്. തിരുനാമം എന്നാൽ ഈശ്വരന്റെ തിരുപ്പേരിനെയാണ് തിരുനാമം എന്ന് പറയുന്നത്. ഈശ്വരന്റെ തിരുനാമം ചൊല്ലുന്നതിനോ അല്ലെങ്കിൽ എഴുതുന്നതിനോ യാതൊരു തരത്തിലുള്ള നിബന്ധനകളുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിനും യാതൊരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. അതിനാൽ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഈ അതിശക്തിയാർന്ന താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന പൂജകളാണെങ്കിലും വഴിപാടുകളാണെങ്കിലും നാമജപങ്ങളാണെങ്കിലും അത് രാത്രി സമയത്ത് ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. അതുകൊണ്ട് തന്നെ വരാഹി അമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 23-ാം തീയതി, അതായത് ഇന്ന് പഞ്ചമിയും വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന അതിശക്തിയാർന്ന ഇന്ന് രാത്രി 7 മണി മുതൽ 11 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഈ ഒരു സമയത്ത് ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്തവർക്ക് ഓഗസ്റ്റ് 24-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ 3 മണി മുതൽ വെളുപ്പിന് 5 മണിക്കുള്ളിൽ ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ഈ പണവശ്യ താന്ത്രിക പരിഹാരം ഇന്ന് രാത്രി 7 മണി മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ പുലർച്ചെ 3 മണി മുതൽ 5 മണിക്കുള്ളിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ല. അതായത് കുളിക്കാതെയും ഇത് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും നോൺ വെജ് കഴിച്ചാലും പുലവാലായ്മയുണ്ടെങ്കിലും ഈ ഒരു പരിഹാരം ധൈര്യമായി ചെയ്യാവുന്നതാണ്. പൊതുവായി ഒട്ടുമിക്ക പേരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാൽ കൈ നിറയെ പണം വന്നു ചേർന്നാലും ആ പണം കയ്യിൽ നിലനിൽക്കുന്നില്ല എന്നതാണ് എല്ലാവരുടെയും പ്രശ്നം. ഏതെങ്കിലും തരത്തിൽ പണം കയ്യിൽ വന്നാൽ അത് ശമ്പളമാണെങ്കിലും ശരി, അതല്ല ഏതെങ്കിലും ലോണായിട്ടോ ചിട്ടിയായിട്ടോ അങ്ങനെ ഏത് തരത്തിലും പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ അനാവശ്യ ചിലവുകൾ മൂലം ആ പണം വളരെ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്നും നഷ്ടമാകുന്ന രീതിയാണ് പൊതുവെ എല്ലാവരിലും കണ്ടുവരാറ്. ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർ ഈ ഒരു താന്ത്രിക പരിഹാരം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഫലം നൽകുന്ന അതിശക്തിയാർന്ന ഒരു പരിഹാരമാണിത്. മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളിയുടെയും അവതാരമായവളാണ് സാക്ഷാൽ വരാഹി അമ്മ. അതിനാൽ ഇന്ന് വെള്ളിയാഴ്ചയും പഞ്ചമി തിഥിയും കൂടിച്ചേർന്ന് വരുന്ന ഈ അത്ഭുതകരമായ ദിവസത്തിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വരാഹി അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം ഈ 3 ദേവിമാരുടെയും അനുഗ്രഹം നമുക്ക് വന്നു ചേരുന്നതാണ്. മാത്രമല്ല ഇന്ന് ചിങ്ങമാസത്തിലെ 30 വെള്ളിയാഴ്ചയും പഞ്ചമി തിഥിയും കൂടിച്ചേർന്ന് വരുന്ന അത്ഭുതകരമായ ദിവസത്തിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫലം നമുക്ക് ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ അത്ഭുതകരമായ ദിവസം ആരും തന്നെ പാഴാക്കരുത്. ഇന്ന് ചിങ്ങമാസത്തിലെ 30 വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ വരുന്ന ശുക്രഹോര സമയത്ത് ഈ ഒരു പരിഹാരം ചെയ്താൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. ഈ ഇഹലോക ജീവിതത്തിൽ നമുക്ക് സകലവിധ സുഖഭോഗങ്ങളും 16 തരത്തിലുള്ള സമ്പത്തും വാരിക്കോരി നൽകുന്ന ഗ്രഹം ഏതാണെന്നാൽ അത് സാക്ഷാൽ ശുക്രഭഗവാനാണ്. അങ്ങനെയുള്ള ശുക്രഭഗവാൻ ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. ഇനി ശുക്രഭഗവാന് ഉചിതമായ സമയം ഏതാണെന്നാൽ അത് ശുക്രഹോരയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൊതുവെ 3 സമയത്താണ് ശുക്രഹോര വരുന്നത്. രാവിലെ 6 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രിയിൽ 8 മുതൽ 9 മണി വരെയുമാണ് ശുക്രഹോര വരുന്നത്. പഞ്ചമി തിഥി ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നതാണ് അനുയോജ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ 8 മണിക്കും 9 മണിക്കും ഇടയിൽ വരുന്ന ശുക്രഹോരയിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നതാണ് അത്യുത്തമം. അതുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രിയിലെ ഈ ഒരു ശുക്രഹോര സമയം പ്രയോജനപ്പെടുത്തുക.
താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരേ ഒരു ഏലക്കയാണ്. ഇനി പരിഹാരത്തിന് വേണ്ടി പുതിയ ഏലക്ക വാങ്ങണമെന്നില്ല. ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ ഏലക്ക ഉണ്ടെങ്കിൽ അതിൽ നിന്നും നല്ല ഫ്രഷ് ആയ അല്ലെങ്കിൽ കേടാകാത്ത വിത്തുകൾ പോകാത്ത നല്ല ഒരു ഏലക്ക നോക്കി എടുക്കാവുന്നതാണ്. ഇനി ഏലക്ക എടുക്കുമ്പോൾ ആ ഏലക്കയുടെ സുഗന്ധം പോയ ഏലക്കയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നല്ല സുഗന്ധമുള്ള ഫ്രഷായ ഏലക്ക നോക്കി തന്നെ എടുക്കുക. ഇനി സ്ത്രീകളാണെങ്കിലും ശരി, അതല്ല പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഈ ഒരു ഏലക്ക വെച്ച് കൈകൾ നല്ലതുപോലെ മുറുകെ പിടിക്കുക. ഇനി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നോ, ക്ഷേത്രത്തിലിരുന്നോ, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ കൊണ്ടോ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിലത്തിരുന്നോ അതല്ലെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ടും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി തറയിലിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നു കൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യുക. ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. കസേരയിൽ ഇരിക്കുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഒരേലക്ക വെച്ച് കൈകൾ നല്ലതുപോലെ മുറുകെ പിടിച്ചുകൊണ്ട് വരാഹി അമ്മയെ ഒരു 2 മിനിറ്റോളം നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. പണം വശ്യമാകണം, പണം കുമിഞ്ഞു കൂടണം, പണവരവ് വർദ്ധിക്കണം, ഇങ്ങനെ നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇതൊരു പണവശ്യ താന്ത്രിക പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ പണം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി കടബാധ്യത മൂലം വിഷമിക്കുന്നവരും പണയത്തിലുള്ള സ്വർണങ്ങളോ അല്ലെങ്കിൽ സ്വത്തുക്കളോ തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും നിങ്ങളുടെ കടം തീരണം അല്ലെങ്കിൽ പണയത്തിലുള്ള വസ്തുക്കൾ തിരികെ എടുക്കണം എന്ന് പ്രാർത്ഥിക്കേണ്ട. കാരണം കടം, പണയം എന്നിവ നെഗറ്റീവായ വാക്കുകളാണ്. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീരുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് പണം തന്നെയാണ്. അതുകൊണ്ട് പണം വന്നു ചേരണം, പണം കുമിഞ്ഞു കൂടണം, പണവരവ് വർദ്ധിക്കണം എന്നിങ്ങനെ വരാഹി അമ്മയോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി പറയാൻ പോകുന്ന വരാഹി അമ്മയുടെ അതിശക്തിയാർന്ന തിരുനാമം ചൊല്ലുക. ഇനി ഈ തിരുനാമം കുറഞ്ഞത് ഒരു 10 മിനിറ്റ് ചൊല്ലാവുന്നതാണ്. ഇനി കൂടുതൽ സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ അരമണിക്കൂർ വരെയും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഇനി വരാഹി അമ്മയുടെ അതിശക്തിയാർന്ന ആ തിരുനാമം ഏതാണെന്ന് നോക്കാം. ധനവശങ്കരി വാരാഹി വാവാ സ്വാഹ. ധനവശങ്കരി വാരാഹി വാവാ സ്വാഹ. ധനവശങ്കരി വാരാഹി വാവാ സ്വാഹ. അതിശക്തിയാർന്ന ഊർജം നിറഞ്ഞ തിരുനാമമാണിത്. അതുകൊണ്ട് തന്നെ വെറും 10 മിനിറ്റ് ഈ തിരുനാമം ചൊല്ലിയാൽ തന്നെ പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതാണ്. ഇനി ഒരുപാട് സമയമുള്ളവരാണ് നിങ്ങളെങ്കിൽ 15 20 അല്ലെങ്കിൽ അരമണിക്കൂർ വരെ ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഇനി തിരുനാമം ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്ര തവണ ചൊല്ലണം, അതായത് കൗണ്ടിങ് ഇതിന് നിർബന്ധമല്ല. ഇനി 10 മിനിറ്റ് ചൊല്ലിയാൽ മതി. ഒരുപാട് എണ്ണത്തിൽ ചൊല്ലാമെന്ന് കരുതി വളരെ വേഗത്തിൽ ചൊല്ലരുത്. സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഈ തിരുനാമം ചൊല്ലുവാൻ. കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഈ തിരുനാമം ചൊല്ലി പൂർത്തിയായതിനു ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ഒരേലയ്ക്ക നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് എവിടെയാണോ അവിടെ വെക്കാവുന്നതാണ്. അതായത് പണപ്പെട്ടിയിലോ അലമാരയിലോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ, അങ്ങനെ നിങ്ങൾ എവിടെയാണോ പണം ഇട്ട് വെക്കുന്നത് അവിടെയാണ് ഈ ഏലക്ക വെക്കേണ്ടത്. ഇനി ഒരിക്കൽ വെക്കുന്ന ഈ ഏലക്ക അടിക്കടി മാറ്റേണ്ട ആവശ്യമില്ല. 3 മാസത്തിൽ ഒരിക്കൽ ഒരു പഞ്ചമി ദിവസമോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസമോ പഴയ ഏലക്ക മാറ്റി പുതുതായി ഇതേ രീതിയിൽ തന്നെ വെക്കാവുന്നതാണ്. ഇനി എടുത്തു മാറ്റിയ പഴയ ഏലക്ക ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ താന്ത്രിക പരിഹാരം ഇന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ അനുഭവത്തിലൂടെ തന്നെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.